ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിത്തീയൽ. വെൽക്കം ടു ദ വീഡിയോ. ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ്. ക്ലീൻ ചെയ്തതിന് ശേഷമാണ് 250 ഗ്രാം ഉള്ളത്. 2 കപ്പ് തേങ്ങ ചിരണ്ടിയത്. തേങ്ങ തീയലിന് വേണ്ടി എടുക്കുമ്പോൾ പച്ച തേങ്ങ എടുക്കാതെ കുറച്ച് മൂത്ത തേങ്ങ എടുക്കാൻ ശ്രമിക്കുക. 3 പച്ചമുളക് നെടുകെ കീറിയത്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി എടുത്ത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ആദ്യം കാണിച്ചതല്ലാതെ ഒരു 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്. ഇത് തേങ്ങയുടെ കൂടെ ഇട്ട് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 4 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് തേങ്ങ ഇട്ട് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തീ മീഡിയം ഫ്ലെയിമിലിട്ടാണ് വറുത്തെടുക്കേണ്ടത്. നമുക്ക് നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന 5 ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ചിരണ്ടുന്ന സമയത്ത് വലിയ കഷ്ണവും ചെറിയ കഷ്ണങ്ങളുമായിട്ട് ചിരണ്ടാതെ ഒരേ വലിപ്പത്തിൽ ചിരണ്ടി എടുക്കുക. ഇല്ലെങ്കിൽ ചെറിയ കഷ്ണം പെട്ടെന്ന് മൂത്ത് പോവുകയും വലിയ കഷ്ണം മൂക്കാതെ കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് തേങ്ങ ഏകദേശം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. തേങ്ങ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തേങ്ങ കരിഞ്ഞു പോകാതെ നോക്കുക. തേങ്ങ കരിഞ്ഞു പോയാൽ തീയൽ കയ്ക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലാക്കി വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് ബ്രൗൺ കളർ ആകുന്നതുവരെ നമുക്ക് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട്. തേങ്ങ നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. അടുത്തതായി തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് പൊടി ഐറ്റംസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ വറുത്തെടുത്തപ്പോൾ ഉള്ള ചൂടിൽ തന്നെ നമുക്ക് ഈ പൊടി ഐറ്റംസ് മൂപ്പിച്ചെടുക്കാം. ആദ്യമായി 1 സ്പൂൺ മല്ലിപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തീയലിൽ മല്ലിപ്പൊടി കൂടുതൽ ആവശ്യമില്ല. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതുവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒരുപാട് തണുത്ത് പോകണ്ട, ചെറിയ ചൂടോടുകൂടി നമുക്ക് അരച്ചെടുക്കാം. തീ ഓഫ് ചെയ്താലും മിക്സ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ചട്ടിയിലുള്ള ചൂട് കാരണം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിവിടെ പൊടികളെല്ലാം ചേർത്തത് ടീസ്പൂൺ അളവിലാണ്. ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുത്. വറുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറ് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം മിക്സ് ഇട്ട് കൊടുക്കാനായിട്ട്. ജാറിൽ ഒരു തുള്ളി വെള്ളം പോലും പാടില്ല. അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. കാരണം തേങ്ങയിൽ നിന്നും എണ്ണ ഇറങ്ങും. ആ എണ്ണയിൽ വേണം അരപ്പ് നമുക്ക് അരച്ചെടുക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ മിക്സ് ഒരു പ്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് തേങ്ങയിൽ നിന്ന് എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 പ്രാവശ്യം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. മിക്സ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ രണ്ടാമത് അരച്ചെടുത്തതാണ്. അരച്ചെടുത്തപ്പോൾ തേങ്ങയിൽ നിന്ന് എണ്ണയെല്ലാം ഇറങ്ങി അരപ്പ് കുറച്ചുകൂടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ ഇളക്കിയിട്ട് ഒരിക്കൽ കൂടി അടിച്ചെടുക്കാം. മിക്സ് കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ അടിച്ചെടുക്കുക. 3-ാമത്തെ പ്രാവശ്യം അടിച്ചെടുത്തതാണ്. 3-ാമത്തെ പ്രാവശ്യം അടിച്ചെടുത്തപ്പോൾ മിക്സിൽ വെള്ളം ഒഴിക്കാതെ തന്നെ തേങ്ങയിൽ നിന്ന് എണ്ണ ഇറങ്ങി അരപ്പ് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, തേങ്ങയിൽ വെള്ളം ഒഴിച്ച് അടിക്കരുത്. ഇതുപോലെ വെള്ളമില്ലാതെ 3 പ്രാവശ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അടിച്ചെടുക്കുക. ഓരോ പ്രാവശ്യം അടിച്ചെടുക്കുമ്പോഴും ഇളക്കി കൊടുക്കുക മിക്സ്. അടുത്തതായി നമുക്കിനി ഉള്ളി വറുത്തെടുക്കാം. ഉള്ളി വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന 250 ഗ്രാം ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ഒന്ന് വെന്ത് വന്നാൽ മതിയാകും. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ചൂടുവെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 7-8 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. കറി ഒന്ന് തുറന്ന് നോക്കാം. കറി നന്നായിട്ട് വെന്ത് കുറുകി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഉള്ളിത്തീയൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഉള്ളിത്തീയൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ സ്വാദിഷ്ടമായ ഒരു ഉള്ളിത്തീയലാണ് ഇവിടെ റെഡിയായിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.